നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെള്ളിയാഴ്ചയുണ്ടാകും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. 24 ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. വിശദാംശങ്ങളുമായി ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ പ്രഖ്യാപിക്കാൻ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്കാണ്. നമ്മളിപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു ഞായറാഴ്ച CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. എന്നാൽ അത്രയും ദിവസങ്ങൾ നീളില്ല. വരുന്ന വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ചേരുന്നുണ്ട്. ജില്ലയിലെയും ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നേതാക്കളുമായുള്ള ആശയവിനിമയങ്ങൾക്ക് ശേഷം ഈ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ അന്തിമ ധാരണയിലേക്ക് എത്തും. പൊതു സ്വതന്ത്രൻ വേണോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി വേണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പായിട്ടില്ല. എന്തായാലും UDFിലെ പ്രശ്നങ്ങൾ കൂടി നിരീക്ഷിച്ചുകൊണ്ട് സാമുദായിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ മത്സരിപ്പിക്കുമെന്ന ധാരണയാണ് നേതാക്കളിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ പരിഗണനയിലുള്ള പേരുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗവും നിലമ്പൂർ സ്വദേശിയുമായ M സ്വരാജിന്റെ പേരാണ്. ഒപ്പം തന്നെ ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുടെയും പേരുകൾ ഉണ്ട്. ജില്ലാ സെക്രട്ടറി അംഗം VP ഷൌക്കത്ത്, ഒപ്പം വഴിക്കടവിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, അതോടെ നേരത്തെ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുള്ള തോമസ് മാത്യു തുടങ്ങിയ ആളുകളുടെ പേരുകളൊക്കെ പരിഗണനയിലുണ്ട്. എന്തായാലും അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടറിന്റെ ആയിരിക്കും. മുഖ്യമന്ത്രി കൂടി ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന അഭിപ്രായമായിരിക്കും ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. ശരി, നിലമ്പൂരിലെ CPIM സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് വെള്ളിയാഴ്ച അറിയാം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക.